നമസ്കാരം. എല്ലാ പ്രേക്ഷകരെയും കൃഷിദേശൻ ലൈവിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കേരളത്തിലിപ്പോൾ തുലാവർഷക്കാലമാണ്. ഈ സമയത്ത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമാണ് ഇന്ന് ലൈവിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. കേരളം ശരിക്കും പറഞ്ഞാൽ മഴയുടെ കാലത്തിൽ വളരെ സമ്പന്നമായിട്ടുള്ളൊരു നാടാണ്. നമ്മുടെ ദേശീയ ശരാശരിയേക്കാൾ ഏതാണ്ട് 3 ഇരട്ടി മഴ ഇവിടെ ലഭിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഒരു വർഷം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 5-6 മാസം കേരളത്തിന് മഴക്കാലമാണ്. പക്ഷേ ഇതാണ് സ്ഥിതിയെങ്കിലും മഴവെള്ള സംഭരണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ പുറകിലാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇന്ന് വരൾച്ചയും ജലദൗർലഭ്യമെല്ലാം വളരെ രൂക്ഷമായ പ്രശ്നങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈയൊരു അവസരത്തിലാണ് ഇന്നത്തെ ഒരു വിഷയം വളരെ പ്രസക്തമാകുന്നത്. അത് ഈ വിഷയത്തിൽ നമ്മുടെ അതിഥിയായി പങ്കെടുക്കുന്നത് ശ്രീ KR ഗോപിനാഥ് ആണ്. അദ്ദേഹം മഴവെള്ള സംഭരണ രംഗത്ത് ഏതാണ്ട് 3 പതിറ്റാണ്ട് പ്രവർത്തിച്ച പാരമ്പര്യമുള്ള വ്യക്തിയാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും അത് സാധാരണ ചെറുകിട ജലസംഭരണ രീതികൾ മുതൽ സാമൂഹികപരമായിട്ടുള്ള കമ്മ്യൂണിറ്റി റെയിൻ വാട്ടർ സംവിധാനങ്ങൾ വരെ ചെയ്യുന്ന വ്യക്തിയാണ് ശ്രീ KR ഗോപിനാഥ്. ലോകത്തെമ്പാടും ഈ മേഖലയുമായി ബന്ധപ്പെട്ട വേൾഡ് വാട്ടർ ഫോറത്തിൽ ഉൾപ്പെടെ പങ്കെടുത്തുള്ള ഒരു വിദഗ്ധനായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഇന്നത്തെ ഈ ഒരു ലൈവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സാർ. സാർ, തുടക്കം നമ്മുടെ ഈ ഒരു ഇന്നത്തെ കാലത്തെ ഈ കാലാവസ്ഥാ മാറ്റവും അതുപോലെ ആഗോളപരമായി തന്നെ ഈ പറഞ്ഞ താപനവും ഒക്കെ ഒരു പ്രശ്നമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അങ്ങിപ്പോൾ ഈ വേൾഡ് വാട്ടർ ഫോറത്തിൽ പങ്കെടുത്തു. ഇപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യ തന്നെ എടുത്തു കഴിഞ്ഞാൽ മഴയുടെ രീതികൾ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട്. സമയം തെറ്റിയുള്ള മഴ, അല്ലെങ്കിൽ ഉള്ള മഴ തന്നെ കൂടിയ മഴ. ഇവിടെ കഴിഞ്ഞ ഒരു ഇടവപ്പാതി എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ വളരെ കൂടുതൽ മഴ കിട്ടി. അപ്പോൾ ഈ ഒരു വ്യതിയാനം, ഈ ഒരു സമീപമല്ലാത്ത ഭാവിയിൽ എന്തായിരിക്കും പരിണിതഫലങ്ങൾ ഉണ്ടാക്കുക? അതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട്. UNO സയൻറ്റിസ്റ്റ് ഇതിനെപ്പറ്റി ധാരാളം പഠിക്കുകയും ഐക്യരാഷ്ട്രസഭയിൽ പഠിക്കുകയും 8 വർഷം റിസർച്ച് ചെയ്ത ശേഷം ഒരു പ്രസൻറ്റേഷൻ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. അതിൽ നിന്ന് എനിക്ക് 2003 പഠിക്കാൻ സാധിച്ചത്, ഇനി വരും കാലങ്ങളിൽ മഴ ഒരു 10% എറാറ്റിക് ആവും, അത് തെറ്റും. അതിൻ്റെ അർത്ഥം നേരത്തെ 10% നേരത്തെ വരാൻ സാധിക്കും, അല്ലെങ്കിൽ അത് വരാതിരിക്കാൻ ഇരിക്കും, അല്ലെങ്കിൽ ചിലപ്പം വളരെ കാലം കഴിഞ്ഞ് വരിക. അങ്ങനെ 10% ഒരു എറാറ്റിക് ആയിട്ട് മാറുക. 30-35% മഴ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് ഷിഫ്റ്റ് ആകും. അതായത് തിരുവനന്തപുരത്ത് പെയ്യുന്ന മഴ ചിലപ്പം തിരുനെൽവേലിയിൽ പെയ്യാൻ സാധ്യതയുണ്ട്, അതെങ്കിൽ കാസർഗോഡ് ചെയ്യുന്നത് മാംഗ്ലൂരിൽ പെയ്യാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് മഴ ഷിഫ്റ്റ് ആകും. ഇനി വളരെ വളരെ പ്രാധാന്യമായി ഒന്നുള്ളത്, മഴവെള്ളം സർഫസ് വഴി ഭൂമിയുടെ മുകളിൽ കൂടി നദികളിലോട്ട് പോകുന്ന വെള്ളത്തിൻ്റെ അളവ് 45% വരെ കുറയാൻ സാധ്യതയുണ്ട് ഈ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ റീസൺ കൊണ്ട്. അങ്ങനെ വരുമ്പോൾ നദികൾ വേനൽക്കാലങ്ങളിൽ വെള്ളം വളരെ കുറയുകയും അത് നദി ഡ്രൈ ആവാൻ സാധ്യതയുണ്ട്. ഇത് കേരളത്തിനെ സംബന്ധിച്ചോളം വളരെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് മഴവെള്ളം വളരെ അമൂല്യമായ പ്രകൃതി തരുന്ന ഈ സമ്പത്തിനെ നമ്മൾ പാഴാക്കാതെ അത് പ്രയോജനകരമായി ചെയ്തു കഴിഞ്ഞാൽ അത് ജനങ്ങൾക്കും കർഷകർക്കും വളരെ ഉപകാരമായിരിക്കും. തീർച്ചയായിട്ടും. ഈ മഴവെള്ള സംഭരണത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഒരു കണക്കുണ്ടല്ലോ. ഇപ്പം നമ്മൾ 1 ചതുരശ്ര മീറ്റർ എടുത്തു കഴിഞ്ഞാൽ എത്ര മഴ നമുക്ക് സംഭരിക്കാൻ പറ്റും? അത് സാധാരണ ഒരാളിന് മനസ്സിലാവുന്ന രീതി അത് വളരെ 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 സിമ്പിളായിട്ട് പറയണമെങ്കിൽ 111 അങ്ങനെ ഒന്ന് മനസ്സിൽ വയ്ക്കുക. 1 സ്ക്വയർ മീറ്റർ ഏരിയയിൽ 1 മില്ലിമീറ്റർ റെയിൻഫാൾ വന്നാൽ 1 ലിറ്റർ വെള്ളം കിട്ടും. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. 1 സ്ക്വയർ മീറ്റർ, 1 ചതുരശ്ര സ്ക്വയർ മീറ്ററിൽ അതിൽ 1 മില്ലിമീറ്റർ റെയിൻഫാൾ വീണ് കഴിഞ്ഞാൽ 1 ലിറ്റർ വെള്ളം അവിടെ കിട്ടും. ഒരു കർഷകന് 1 ഏക്കർ ഉണ്ടെങ്കിൽ 4000 മീറ്റർ ക്യൂബ്, അതായത് കേരളത്തിൽ 1,20,00,000 ലിറ്റർ വെള്ളം ഒരു വർഷം 1 ഏക്കറിൽ കിട്ടും. അത് വളരെ അതിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന വളരെ പരിമിതം. അതിൽ 10% പോലും നമ്മൾ ഉപയോഗിക്കാതെ മാക്സിമം വെള്ളത്തിന് നിങ്ങളുടെ വീട്ടിൽ വരുന്ന വെള്ളം, മുകളിൽ ടെറസിൽ വരുന്ന വെള്ളം താഴോട്ട് വീഴുകയും അവിടെ മുഴുക്ക പേവ് ഇരിക്കുന്നുണ്ട്, അവിടെ നിന്ന് റോഡിലോട്ട് വരികയും മണ്ണിലോട്ട് താഴോട്ട് പോകാതെ അത് തോടുകൾ വരെയും തോടുകൾ നദികൾ വരെയും നദിയിൽ നിന്ന് സമുദ്രത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ശരിക്കും കേരളത്തിലൊരു ഈ പെയ്യുന്ന മഴയെല്ലാം 48 മണിക്കൂറിൽ അറബിക്കടലിൽ എത്തുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ ഉള്ളതുകൊണ്ട് വീട്ടിൽ
പെയ്യുന്ന മഴ അവിടെ തന്നെ താഴോട്ട് ഇറക്കാനുള്ള സംവിധാനം ചെയ്യണം. അതെന്താണ് അങ്ങനെ ഒരു പെട്ടെന്ന് ചെയ്യാൻ പെട്ടെന്ന് പല രീതികളുണ്ട്. നമ്മുടെ പുരാതന കാലത്ത് എല്ലാ വീടുകളിലും ഒരു കിണറുണ്ടാകുന്നതായിരിക്കും. ഇപ്പോഴും ഞങ്ങളിപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ധാരാളം പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. ധാരാളം വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനി പ്രോജക്റ്റിലൊക്കെ കിണറുകൾ കുഴിക്കുകയും റൂഫിൽ വരുന്ന വെള്ളം, റൂഫ് വാട്ടർ എന്ന് പറഞ്ഞല്ലോ, മേൽക്കൂരിൽ വരുന്ന വെള്ളം പൈപ്പ് വഴി കിണറ്റിലോട്ട് ഫിൽറ്റർ ചെയ്ത് വിടുകയും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ ലെവൽ അത് കുറെ മുകളിലോട്ട് വരികയും ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. ശരി ശരി. പക്ഷേ നമ്മൾ ഈ സിറ്റിയിലേക്ക് പരിമിതമായിട്ടുള്ള സ്ഥലമുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ കിണർ കുഴിക്കാൻ സൗകര്യം ഇല്ലെങ്കിൽ ഇപ്പോഴും തന്നെ ഇപ്പോൾ ഈ ടാങ്കുകൾ കെട്ടുക ചെയ്യുന്നുണ്ട്. അങ്ങനെ കിണർ കുഴിക്കാൻ സൗകര്യം ഇല്ലാത്തവർ ഇപ്പോൾ സിമെൻ്റ് ഇട്ട് എല്ലാം പേവ് ചെയ്യുകയാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ ഒരു മീറ്റർ 3 അടി ഡയമീറ്ററിലും അല്ലെങ്കിൽ 5 അടി ഡയമീറ്ററിലും ഒരു 5 അടി താഴ്ചയിലും ഒരു ചേമ്പർ പോലെ ചെയ്ത് അതിനകത്ത് കൂഴാങ്കല്ലും സാൻഡും ഇട്ട് അതിന് മുകളിൽ ഒരു പെർഫെക്റ്റഡ് ദൂരമുള്ള സ്ലാബ് ഇട്ട് അടച്ചു മൂടുക. വരുന്ന വെള്ളം അതിനോട്ട് ഇറങ്ങി താഴെ കുറച്ചാൽ പോകും. അങ്ങനെ ഓരോ വീട്ടിലും വീട്ടിൻ്റെ 4 ഭാഗത്തും 8 or 10 ഇങ്ങനെ സോക്ക് പിറ്റ് പോലെ ഇങ്ങനെ ചെയ്താൽ തന്നെയും കുറച്ച് വെള്ളം ഇറങ്ങാൻ സാധിക്കുന്നുണ്ട്. അതേസമയം താഴെ പാറയാണ് അല്ലെങ്കിൽ ഒരുപാട് ക്ലേ വരണമെങ്കിൽ അത് പഞ്ചർ ചെയ്യണം, അതിന് ഡ്രില്ല് ചെയ്തിട്ട് താഴോട്ട് ഇറക്കണം. അങ്ങനെ സംവിധാനം ചെയ്യാൻ പറ്റും. ഇന്നത്തെ ഈ പ്രേക്ഷകർ അറിവിലേക്കായി ഇന്നത്തെ നമ്മളെ വിഷയം മഴവെള്ള സംഭരണമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വീടുകളിൽ ചെയ്യാവുന്ന സംഭരണ രീതി അല്ലെങ്കിൽ ഒരുമിച്ച് കൂട്ടായിട്ട് നദികളിൽ അല്ലെങ്കിൽ തോടുകളിൽ അങ്ങനെ നമ്മുടെ നിരപ്പ് അങ്ങനെയുള്ള വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാം. നമുക്കിപ്പോൾ ഒരു കാൾ വന്നിട്ടുണ്ട് സാർ, നമുക്ക് ചെയ്യാം. ഹലോ നമസ്കാരം, ആരാണ്? നമസ്കാരം, ഞാൻ എംബായത്തു നിന്നാണ് സുലൈമാൻ. ഞാൻ ഗ്രീൻ കെയർ കേരള എന്ന് പറഞ്ഞ ഒരു സൊസൈറ്റിയുടെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ആണ്. ശരി സംഘടനയാണ്. ശരി, ചോദിച്ചോളൂ സാറിനോട്. സാർ, എനിക്കിപ്പോൾ ചോദിക്കാനുള്ളത് നമ്മുടെ ജലസംഭരണമായിട്ട് ബന്ധപ്പെട്ട്, മഴവെള്ള സംഭരണമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇപ്പോൾ എല്ലാ വീടുകളിലും മുറ്റം നിറയെ ഇപ്പോൾ കോൺക്രീറ്റ് സ്ലാബും മറ്റും വെള്ളം ഭൂമിയിലേക്ക് ഒഴിഞ്ഞിറങ്ങാനോ അല്ലെങ്കിൽ തങ്ങി നിൽക്കാനോ പറ്റാത്ത ഒരു അവസ്ഥയിലാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ശാശ്വതമായിട്ട് ഇതിന് ഒരു ചെറിയൊരു പരിഹാരം എന്ന നിലയ്ക്ക് സാർ എന്താണ് നിർദ്ദേശിക്കാനുള്ളതെന്നാണ്? അതായത് എല്ലാ വീടുകളിലും 4 വശത്തും സിമെൻ്റ് ഇട്ടും നമ്മൾ കവർ ചെയ്യുന്നത് സ്വാഭാവികമാണ്. അതിന് പെർക്കുലേഷൻ പിറ്റ് എന്ന് പറയും. ആ സിമെൻ്റ് ഇട്ട സ്ഥലത്ത് തന്നെ ഒരു 3 അടിയോ 4 അടിയോ ആ സിമെൻ്റ് പൊട്ടിച്ച് കളഞ്ഞ ശേഷം അവിടെ ഒരു കുഴി കുഴിക്കുക. ആ കുഴി ഒരു 3 അടിയാകും 10 അടിയാകും, അത് നിങ്ങൾക്ക് എത്രത്തോളം സ്പെൻഡ് ചെയ്യാൻ പറ്റും അതനുസരിച്ച് വലിയ കുഴിയോ ചെറിയ കുഴിയോ കുഴിച്ചിട്ട് അതിനകത്ത് ഒരടി മണലും ഈ കല്ല് കുഴാങ്കല്ല് കിട്ടിയില്ലെങ്കിൽ ബ്രിക്സ് ഉടച്ചിട്ടാലും മതി. ഉടച്ചിട്ട് ശേഷം അല്ല, ആ മെറ്റലല്ല ഉദ്ദേശിക്കുന്ന നദികളിൽ കിട്ടുന്ന കല്ല് കൂഴാങ്കല്ല്. അത് കിട്ടാൻ സാധ്യതയില്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ബ്രിക്സിന് ചെങ്കലിനെ ഉടച്ച് ഇട്ടാലും മതി. ഇട്ട ശേഷം അതിന് മുകളിൽ കുറച്ച് മണലിടുക. ഒരു 1/2 അടി 1 അടി മണലിട്ട ശേഷം ഈ വെള്ളം 4 വശം വരുന്ന വെള്ളം അത് അതിന് മൂടാനായിട്ട് സ്ലാബ് ചെയ്തിട്ട് സ്ലാബിൽ ഹോൾസ് ഉണ്ടാവണം. അതുവഴി ആ വെള്ളം താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ചായിട്ട് താഴോട്ട് ഇറങ്ങും. ഇങ്ങനെ വീട്ടിന് ചുറ്റും 4 or 5 സ്ഥലങ്ങൾ ചെയ്താൽ തന്നെയും അത് വളരെ ഉപകാരമായിരിക്കും. സപ്പോസ് അതല്ല താഴെ നിങ്ങൾ പാറയുണ്ട് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഡ്രില്ല് ചെയ്യണം. ഡ്രില്ല് ചെയ്ത് പാറയിൽ ചിലപ്പം വെടിപ്പുകളുണ്ടാകും, ക്രാക്കുകളുണ്ടാകും, വെതറിങ് ഉണ്ടാകും. അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ ഡ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെള്ളം കുറച്ചായിട്ട് താഴോട്ട് പോവുകയും അത് നിങ്ങളുടെ കിണറ്റുകളിലും നിങ്ങളുടെ ബോർവെല്ലിലും ഹാൻഡ് പമ്പിലും നിങ്ങളുടെ അയൽപക്കത്തുള്ള വീടുകളിലും ഉള്ള കിണറുകളിലും വെള്ളം കിട്ടാനുള്ള സാധ്യതയുണ്ട്. വളരെ ഗുണകരമാണ്. നന്ദി. താങ്ക് യു സാർ. ഈ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് മഴവെള്ള സംഭരണം എന്നുള്ള വിഷയം റൂഫ് ടോപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ മച്ചിൽ വീഴുന്ന വെള്ളം സംഭരിക്കുക എന്നുള്ള ഒരു പരിമിതമായ ഒരു ആശയത്തിൽ ഒതുങ്ങിയിരിക്കുകയാണ്. അതിനപ്പുറം വലിയ തോതിലുള്ള മഴവെള്ള സംഭരണം എന്താണ്? വാസ്തവം പറഞ്ഞാൽ ഈ റൂഫ് വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത് വളരെ പരിമിതമായിട്ടുള്ളതും വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സംവിധാനമാണ്. അതേ സമയത്തിന് നമുക്ക് ചെയ്യാവുന്നത് ഇപ്പോൾ വലിയൊരു ഫാക്ടറി ഉണ്ട് അല്ലെങ്കിൽ വലിയൊരു കൃഷിക്കാരൻ ധാരാളം സ്ഥലമുണ്ട്. ഒരു കൃഷിക്കാരൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആ ഒരു 20 or 30 ഏക്കറുള്ള ഒരു കൃഷിക്കാരൻ 1 ഏക്കർ അല്ലെങ്കിൽ 2 ഏക്കർ സ്ഥലത്ത് ഒരു കുളം കുഴിക്കുക. അങ്ങനെ കുളം കുഴിക്കുക. ആ കുളത്തിൽ എത്രത്തോളം കുളത്തിൽ എത്രത്തോളം ഡെപ്ത് കൂട്ടാമോ അത് ചെയ്തു കഴിഞ്ഞാൽ എവോപ്പറേഷനും കുറയും, പെർക്കുലേഷൻ ധാരാളം ഇൻഫിൽട്രേഷൻ പറയും. അത് സാധാരണ കുറച്ചായിട്ട് താഴോട്ട് വെള്ളം ഇറങ്ങുന്നതായിരിക്കും. തമിഴ്നാട്ടിൽ ഏരി എന്ന് പറയും. അത് ഒരു കുളം നിറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കുളത്തിലോട്ട്
ആ ചാനലെടുത്ത് വെള്ളം അതിലോട്ട് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ എന്നെ സിസ്റ്റം ഏരിയസ് എന്ന് പറയും. അങ്ങനെ ധാരാളം കുളങ്ങൾ ഇൻ്റർ കണക്ട് ചെയ്തു. ഒരു കുളത്തിലുള്ള ഓവർഫ്ലോ വാട്ടർ വേറെ കുളത്തിൽ പോകും. അങ്ങനെ പോകുമ്പോൾ ആ ഏരിയ മുഴുക്കെ ഉള്ള ഗ്രൗണ്ട് വാട്ടർ കുറച്ചായിട്ട് മുകളിലോട്ട് വരികയും കിണറുകളിൽ വെള്ളം ഉണ്ടാകുകയും ചെയ്യും. ഇതല്ലാതെ ഇപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ വലിയ വലിയ ഫാക്ടറികൾക്ക് ഇങ്ങനെ ഒരു സംവിധാനം ചെയ്യും. ചെറിയ ചെറിയ കുളത്തിന് പകരം ഇപ്പോൾ ഒരു മൈക്രോ കാച്ച്മെന്റ് എന്ന് പറയും. അതായത് 1 ഏക്കർ സ്ഥലം 4000 സ്ക്വയർ മീറ്റർ ഏരിയ ആണ്. അപ്രോക്സിമേറ്റ്ലി 4000 സ്ക്വയർ മീറ്ററാണ് ഒരു ഏക്കർ എന്ന് പറയുന്നത്. ആ ഏക്കറിൽ 3000 കുഴികൾ കുഴിക്കുക, ചെറിയ ചെറിയ കുഴികൾ കുഴിക്കുക. 1 മീറ്റർ സ്ക്വയർ മീറ്റർ കുഴി കുഴിച്ചു കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോൾ 3000 മീറ്റർ ക്യൂബ് വാട്ടർ അതിനകത്ത് വെള്ളം കെട്ടി നിൽക്കും. അത് കുറച്ചായിട്ട് താഴോട്ട് ഇറങ്ങുകയും ചെയ്യും. ഇതുപോലെ കുളങ്ങൾ കുഴിക്കുക, ഈ ചെറിയ കുഴികൾ കുഴിക്കുക, കിണറുണ്ടെങ്കിൽ കിണറുകൾ കഴിക്കുക. കുളങ്ങൾ കുഴിച്ചാൽ തന്നെ ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കുളങ്ങൾ കുഴിച്ചാലും കുളത്തിന് താഴ്വശമായിട്ട് ഒരു വെല്ലെടുക്കുക, ഒരു കിണറുണ്ടാക്കും. ആ കിണറ്റിൽ കുടിക്കാനുള്ള വെള്ളം പമ്പ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഇത് ഇങ്ങനെയുള്ള സംവിധാനം ചെയ്യാറുണ്ട്. വേണമെങ്കിൽ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് പറയാം. ഒരു മദ്രാസിൽ ചെന്നൈയിൽ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തതാണിത്. റിസർച്ച് ചെയ്ത ശേഷം ഒരു കുളം ഉണ്ടെങ്കിൽ ആ കുളത്തിന് താഴ്വശത്തായിട്ട് ആൾമോസ്റ്റ് 1 കിലോമീറ്റർ താഴെ വരെ ഈ വെള്ളത്തിന് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. വെള്ളത്തിൻ്റെ ലെവൽ പൊങ്ങാൻ സാധ്യതയുണ്ട്. കുളത്തിന് മുകളിൽ ഒരു 1/2 കിലോമീറ്റർ വരെ, ഒരു 1/4 കിലോമീറ്റർ 1/2 കിലോമീറ്റർ വരെ വെള്ളം പൊങ്ങുന്ന സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയാണ് അമ്പലങ്ങളിൽ നമ്മൾ കുളങ്ങൾ ചെയ്യിക്കുകയും ആ കുളം കൊണ്ടുകൊണ്ട് അമ്പലത്തിന് ചുറ്റുമുള്ള കിണറുകളിൽ വെള്ളം വരാനുള്ള സാധ്യത ഉണ്ടായത്. അതെ, തീർച്ചയായിട്ടും. ഈ സാധാരണ കർഷകരെ സംബന്ധിച്ച് ചില വിളകൾ തിരഞ്ഞെടുക്കുന്നത്, അതുപോലെ തട്ടുതിരിക്കൽ പോലുള്ള ചില പ്രക്രിയകൾ, അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചില പരിപാടികളുടെ ഉണ്ട്. എങ്ങനെയാണ് മഴവെള്ളം പിടിച്ചു നിർത്തുന്നത്? കാരണം നമ്മുടെ പഴയ കാലങ്ങളിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ വലിയ നല്ല വിളകളുള്ള സ്ഥലങ്ങളിൽ മഴയ്ക്ക് മുമ്പ് തന്നെ നമ്മൾ ഉഴുത് ആ മുകളിലുള്ള മണ്ണ് ലൂസ് ചെയ്യും. അതിനുശേഷം ബണ്ടുകൾ ചെയ്യും, ചെറിയ ചെറിയ ബണ്ടുകൾ ചെയ്യും. ഇപ്പോൾ ഞങ്ങൾ ഫാക്ടറികളിൽ, വലിയ വലിയ ഫാക്ടറികൾ സ്ഥലമുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ ബണ്ടുകൾ ചെയ്യും. തോടുകളുണ്ടെങ്കിൽ തോടുകൾ അണക്കെട്ടുകൾ ചെയ്യും, ചെറിയ ടെമ്പററി അണക്കെട്ടുകൾ. LDP ഷീറ്റും സാൻഡ് ബാഗും കൊണ്ട് അണകൾ കെട്ടി ചെയ്യാം. RCC സിമെൻറ്റും കൊണ്ടല്ല ചെയ്യുന്നത്. ഇങ്ങനെ ടെമ്പററി ആയിട്ട് ഒരു 50 മീറ്ററിൽ ഇങ്ങനെ തോടുകളിൽ ഇങ്ങനെ ചെറിയ ചെറിയ തടയണകൾ കിട്ടുകയും. അത് പ്ലാസ്റ്റിക് ഷീറ്റിൽ LDP ലോ ഡെൻസൈൽ പോളിയെത്തിലിൻ ഷീറ്റ്, അത് ഒരു സിമെന്റ് ബാഗിനകത്ത് മണ്ണിട്ട് ആ ഷീറ്റിന് മുകളിൽ മെഷീനിന് താഴെ വയർ റോപ്സ് വെച്ചേക്കും. അത് വെച്ച ഷീറ്റിന് ഇങ്ങോട്ട് മടിക്കുക, വീണ്ടും അതിന് മുകളിൽ വെച്ച് ഇങ്ങോട്ട് മടിക്കുക. ഇങ്ങനെ മടിച്ച ശേഷം ആ വയർ റോപ്പ് നല്ല കെട്ടുമ്പോഴത്തേക്കും അത് വളരെ സ്ട്രോങ് ആയിട്ട്, വളരെ ബലമായിട്ട് ഒരു തടയണ പോലെ, ഒരു ടെമ്പററി തടയണ പോലെ ചെയ്യുമെങ്കിലും അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ആ തോടുകൾ തന്നെ 3 അടി 4 അടി 5 അടി വെള്ളം കെട്ടി നിൽക്കുകയും വെള്ളം വളരെ സമയം എടുക്കുന്നുള്ളത് താഴ്ന്നതിന്. അതിനൊരു ഒരു സാധാരണ പറയുന്നത്, ഈ ഓടുന്ന വെള്ളത്തിന് നടക്കാൻ അനുവദിക്കണം, നടക്കുന്ന വെള്ളത്തിന് നിൽക്കാൻ അനുവദിക്കണം, നിൽക്കുന്ന വെള്ളത്തിന് കിടക്കാൻ അനുവദിക്കണം, കിടക്കുന്ന വെള്ളത്തിന് അമ്മയുടെ, അതായത് നമ്മുടെ മദർ എർത്തിന്റെ മടിയിൽ കിടക്കാനുള്ള, ഒരു കുഞ്ഞെങ്ങനെ കിടക്കുന്നു അതുപോലെ കിടക്കാനുള്ള സംവിധാനം ചെയ്യുകയാണെങ്കിൽ വെള്ളം കുറച്ചായിട്ട് താഴോട്ട് ഇറങ്ങുന്നതായിരിക്കും. നമുക്ക് ഒരു കാലം കൂടെ ഉണ്ട്, അതിനുശേഷം തുടങ്ങാം. ഹലോ ഹലോ നമസ്കാരം. ആരാണ്? പാലക്കാട്. പേര്? ഹലോ, ടിവിയുടെ വോളിയം കുറച്ചിട്ട് പറയാമോ? ഹലോ ഹലോ പറഞ്ഞോളൂ. പേരൊന്നുകൂടെ പറയാമോ? ടെലിവിഷന്റെ വോളിയം ഒന്ന് കുറയ്ക്കാമോ? ശബ്ദം വ്യക്തമാവുന്നില്ല. മറ്റേ നമ്മൾ മഴവെള്ള സമ്മേളനത്തിനിപ്പോ വീടുകളുടെ സൈഡില് എല്ലാം ഭൂമിയിലോട്ട് ഇറങ്ങാന്ന് വേണ്ടേ? അപ്പൊ ബിൽഡിംഗ് റൂളില് മുറ്റുമല്ലാതെ സൈഡിലോട്ട് നല്ല ഭാഗം കോൺക്രീറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നിയമം കൊണ്ടുവന്നോളെ. അതായത് ബിൽഡിംഗ് റൂൾസ് വെച്ച് ഇപ്പം റൂഫ് ടോപ്പിൽ നമ്മൾ ഈ മച്ചില് മഴവെള്ള സംഭരണം ഉണ്ടാകുമ്പോൾ അത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇല്ല, നിങ്ങൾ മഴവെള്ളം ഇപ്പം തമിഴ്നാട്ടിൽ ഒരു വീട് കെട്ടുന്നതിന് മുമ്പ് MMD അപ്രൂവൽ കൊടുക്കുന്നത് തന്നെ മഴവെള്ള സംഭരണി ഉണ്ടെങ്കിൽ മാത്രമേ അപ്രൂവൽ കൊടുക്കാറുള്ളൂ. ബിൽഡിംഗ് റൂൾ തന്നെ ഇപ്പോൾ മഴവെള്ളം ചെന്ന് ആന്ധ്രയിലും ഗുജറാത്തിലും ഡൽഹിയിലും ഈവൻ
തമിഴ്നാട്ടിലൊക്കെ റൂളായി കഴിഞ്ഞു. ഇങ്ങനെ ചെയ്താൽ മാത്രമേ അപ്രൂവൽ കൊടുക്കൂ. എല്ലാ വീടുകൾക്കും കമ്പൽസറി ആയിട്ട് മഴവെള്ള സംഭരണികൾ, അതായത് മഴവെള്ളം ഭൂമി അടിയിലോട്ട് റീചാർജ് ചെയ്യുന്നതിനുള്ള സംവിധാനം ചെയ്താൽ മാത്രമേ പ്ലാൻ അപ്രൂവ് ആവുള്ളൂ. നിങ്ങൾ എവിടെ സ്ഥലം കിട്ടുന്നോ അവിടെ ചെയ്യുക. സാധാരണഗതിയിൽ മഴവെള്ളം ഒഴുകുന്ന രീതി ഒരു ഭൂമിയുടെ മുകളിൽ നിന്ന് മുകളിലോട്ട് വെള്ളം പോകുമ്പോഴും ഭൂജലം അത് പാരലായിട്ട് തന്നെ മൂവ് ചെയ്യാണ്. അതുകൊണ്ട് മുകളിൽ ഇപ്പോൾ ഒരു സ്ഥലം ഇങ്ങനെ ചരിഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളിൽ മുകളിൽ ഇവിടെ മഴവെള്ളം ശേഖരിച്ച് താഴോട്ട് റീചാർജ് ചെയ്താൽ താഴെയുള്ള കിണറുകളിൽ വെള്ളം കിട്ടുന്നതായിരിക്കും. അങ്ങനെ അതുകൊണ്ട് വീട്ടിനകത്ത് തന്നെ ഒരു കിണറെടുക്കുകയാണെങ്കിൽ വളരെ ഉത്തമമായിരിക്കും. ആ കിണറ്റിൽ നിങ്ങൾ റൂഫ് വാട്ടർ വിടുകയാണെങ്കിൽ കുറേ 2, 3, 4 വർഷം കഴിയുമ്പോൾ കുറച്ചായിട്ട് കിണറ്റിനകത്ത് വെള്ളം കൂടുകയും വെള്ളത്തിന് ശുദ്ധമാകുകയും ചെയ്യും. വെള്ളത്തിൻ്റെ TDS, ടോട്ടൽ ഡിസോൾവ് സോളിഡ് എന്ന് പറയും, അത് വളരെ കുറയുകയും വളരെ രുചികരമായ വെള്ളവും കിട്ടുന്നുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ ഒരു സംവിധാനം വീടുകളിൽ ചെയ്യുകയാണെങ്കിൽ. വിളിച്ചതിന് നന്ദി. ഹലോ, ഇപ്പോൾ ഈ പറഞ്ഞ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മഴവെള്ളം എത്രത്തോളം കുടിവെള്ളമായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും? മഴവെള്ളം അങ്ങനെ കുടിക്കാൻ പറ്റില്ല. അതിൽ ഡിസ്റ്റിൽ വാട്ടർ പോലെയാണ്. മഴവെള്ളം അങ്ങനെ കുടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൽ കുറേ മിനറൽസ് കൂടെ ആവശ്യമാണ്. അതിന് ഏറ്റവും വളരെ സിമ്പിളായിട്ടുള്ളത് ശുദ്ധമായ കുറേ മണലെടുത്ത് അതിലോട്ട് ഇടുകയാണെങ്കിൽ ആ മഴവെള്ളം തന്നെ മിനറൽ വാട്ടർ പോലെ അത് ഹീറ്റ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ആ മിനറൽ വാട്ടറിൻ്റെ കുടിക്കുന്ന ഒരു ഉപകാരം അതിൽ നിന്ന് കിട്ടും. വളരെ ശുദ്ധമായ വെള്ളം വളരെ ചീപ്പായിട്ട് കിട്ടുന്നുള്ള സംവിധാനമാണ് ഇങ്ങനെ സംവിധാനം. അല്ലെങ്കിൽ ആ ഒരു മഴവെള്ളം ഉപയോഗപ്പെടുത്താൻ കേരളത്തിന് നല്ലൊരു വരുമാനം. മഴവെള്ളം കേരളത്തിൽ 3000 മില്ലിമീറ്റർ റെയിൻഫാൾ ഉണ്ട്. അതിൻ്റെ അർത്ഥം ഒരു വർഷത്തേക്ക് 10 അടി വെള്ളമാണ് കേരളത്തിൽ പൊങ്ങി വരുന്നത്. 3000 ലിറ്റർ 3 മീറ്റർ വെള്ളമാണ് പൊങ്ങി വരുന്നത്. ഈ 3 മീറ്റർ വെള്ളം 48 മണിക്കൂറിനകത്ത് നദി വഴി കടലിലോട്ട് പോവാണ്. ഇത് പല സ്ഥലങ്ങളിലും കുളങ്ങളിലും കിണറുകളിലും ഭൂമിയുടെ അടിയിലുള്ള അക്വഫയറുകളിലും ശേഖരിച്ച് വെക്കണമെങ്കിൽ കേരളത്തിൽ തന്നെ ഇവിടെ നിന്ന് മഴവെള്ളത്തിൽ നിന്ന് മിനറൽ വാട്ടർ ചെയ്യുകയാണെങ്കിൽ വളരെ ചീപ്പായിട്ട് ചെയ്ത് ഇന്ത്യ മുഴുക്കെ മിനറൽ വാട്ടർ കൊടുക്കാനുള്ള സംവിധാനം സ്വയം കേരളത്തിലുണ്ടാകാൻ തന്നെ വലിയൊരു ഇൻകമുള്ള ഒരു ഫാക്ടറിയായിട്ട് വെള്ളം മാത്രം സപ്ലൈ ചെയ്ത് വലിയ ഇൻകം സഹിക്കാൻ പറ്റും. അത്രത്തോളം മഴ കിട്ടുന്ന ഇന്ത്യയുടെ ആവറേജ് നോക്കിയാൽ ഇന്ത്യ വാട്ടർ റിച്ച് കൺട്രിയാണ്. ഇന്ത്യൻ സൗത്ത് അമേരിക്ക കഴിഞ്ഞാൽ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ മഴ വരുന്നത്. ഒരു കോളുണ്ട്, കഴിഞ്ഞ് തിരിച്ചു വരാം. ഹലോ ഹലോ ഹലോ, പറഞ്ഞോളൂ. നമസ്കാരം, ആരാണ്? നമസ്കാരം സാറേ, ഞാൻ മുരളീകൃഷ്ണനാണ്, മാള, അതായത് മാള. ടിവിയുടെ വോളിയം സ്വല്പം കുറച്ചിട്ട് സംസാരിക്കാമോ? ഞാൻ പുറത്താണ്. പുറത്താണ്? ശരി, സംസാരിച്ചോളൂ. ശബ്ദത്തിന്റെ ഒരു അവ്യക്തത ഉണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ശരി, ചോദിച്ചോളൂ. അതെ, ഈ അമ്പലത്തില് ശരി, കുഴപ്പമില്ല. പാട്ട് വെച്ചിട്ടുണ്ട്. അതെ, അതായത് നമ്മൾക്ക് നമ്മളിപ്പോ ഈ ചെറിയൊരു പാടത്തിന്റെ സമീപത്ത് അതാകുമ്പോ സാധാരണ വെള്ളം വളരെ ഒഴുകി വേസ്റ്റായി പോകുന്നുണ്ട്. അപ്പൊ കിണറൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളത് വീണ്ടും അതിന് താഴത്ത് സാറ് പറഞ്ഞാൽ ആ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഒരു വലിയ ടാങ്ക് അത് ഭൂമിക്ക് നമ്മള് ടാങ്ക് കെട്ടി നിർത്തിയാലും മേലെ നിന്ന് വീഴുന്ന വെള്ളം പിന്നെ അത് കുടിക്കാൻ പറ്റാത്ത രീതിയിൽ മോശമാവില്ലേ എന്നാണ് എന്റെ സംശയം. അതായത് അങ്ങനെ ഒഴുകിപ്പോകുന്ന വെള്ളം കുടിക്കാൻ കഴിഞ്ഞാൽ അതിലൊരുപാട് ബാക്ടീരിയയും സിൽറ്റൊക്കെ കാണും. ശുദ്ധമായ വെള്ളം വേണമെങ്കിൽ നമ്മുടെ പഴയ രീതിയിൽ എന്താ കിണറുകളിൽ എടുക്കുക, ഒരു കിണറിനെ റീചാർജ് ചെയ്യുക. ഒരു കിണർ റീചാർജ് ചെയ്യുന്ന വെച്ചാൽ ആ നിങ്ങളുടെ പാടങ്ങളിൽ തന്നെ അടുത്തൂടെ പോകുന്ന തോടുകളിലെ വെള്ളം ആ പാടങ്ങളിലോട്ട് കയറ്റി കുളത്തിൽ കയറ്റുന്ന മറ്റേ കിണറുകൾ കുഴിച്ച് കിണറിലോട്ട് താഴുക. അല്ലെങ്കിൽ അവിടെ ഒരു ഹൈഡ്രോ ജിയോളജിസ്റ്റിനെ കൊണ്ട് ഒരു സ്റ്റഡി ചെയ്യണമെങ്കിൽ എവിടെയൊക്കെ അക്വഫയർ ഉണ്ടാവും. അക്വഫയർ ഭൂമിയുടെ സബ്സർഫേസ്, ഭൂമിയുടെ താഴത്ത് ഭൂഗർഭജലം സംഭരിക്കാൻ സാധ്യതയുള്ള ഒരു ഫോർമേഷനാണ് അക്വഫയർ, ടെക്നിക്കലി അക്വഫയർ എന്ന് പറയുന്നത്. സാറ്റലൈറ്റ് ടെക്നോളജിയുടെ ആവശ്യമില്ല. വലിയ സ്ഥലങ്ങളിൽ സാറ്റലൈറ്റ് ടെക്നോളജി അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി സർവേ എന്ന് പറയും, അത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഡൗസിംഗ് സർവേ എന്നൊരു സർവേ ഉണ്ട്, അതും കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനെ അക്വഫയർ കണ്ടുപിടിച്ചിട്ടൊക്കെ കേരളത്തിൽ ആവശ്യം പോലെ ഉണ്ട്. ഇത് ലഭ്യമുള്ള അത് കണ്ടുപിടിച്ച ശേഷം ആ അക്വഫയറിലോട്ട് മഴവെള്ളത്തിലോട്ട് കയറ്റിവിടുന്നുള്ള സംവിധാനം, അത് ഡ്രില്ല് അക്വഫയറിന്റെ ഡെപ്ത് ഒരു 100 അടിയാണെങ്കിൽ 100 അടി വരെ ഡ്രില്ല് ചെയ്യണം. അത് താഴോട്ട് ഇറക്കി വിടുക. അല്ലെങ്കിൽ മുകളിലാണെങ്കിൽ അത് മുകളിൽ ഒരു ചെറിയ കുളമോ അല്ലെങ്കിൽ ചെറിയ തോടോ അങ്ങനെ എടുത്ത് കുറച്ച് വെള്ളം താഴോട്ട് പോകുന്നുള്ള സംവിധാനം ചെയ്യുകയാണെങ്കിൽ ആ അക്വഫയറിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ ആ അക്വഫയറിൽ നിങ്ങൾ ബോർവെൽ ഇടുക, ഹാൻഡ് പമ്പ് ഇടുകയോ വെല്ലിടുകയാണെങ്കിൽ വെള്ളം നിരന്തരമായിട്ട് കിട്ടാൻ സാധിക്കും. വിളിച്ചതിന് വെള്ളം നന്ദി.
അത് ഇതൊരുമായിട്ട് ബന്ധപ്പെട്ട് ഈ നമ്മുടെ കേരളത്തിലിപ്പോൾ അടുത്ത കാലത്ത് ഇപ്പോൾ ഇത്രയും മഴ കിട്ടിയിട്ട് പോലും വേനലിൽ മിക്കവാറും നദികൾ വറ്റി വരണ്ട് കിടക്കുന്ന വളരെ ഭീതകരമായ ഒരു അവസ്ഥയാണ്. അതെന്ത് ചെയ്യാൻ സാധിക്കും? അത് നദികളുടെ ക്യാച്ച്മെൻ്റ് ഏരിയ, അതായത് ഒരു നദിക്ക് എങ്ങനെയാണ് വെള്ളം കിട്ടുന്നത്? നദിയിൽ ഈ മഴവെള്ളം ക്യാച്ച്മെൻ്റ് ഏരിയയിലോട്ട് താഴ്ന്നു കഴിഞ്ഞാൽ അത് താഴോട്ട് പോവുകയും അത് വളരെ സ്ലോ ആയിട്ട് നദിയിലോട്ട് വരും. സാധാരണഗതിയിൽ നമ്മൾ ഒരു ലേമൻ്റെ ഒരു ലാംഗ്വേജ് ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു മുകളിലോട്ടും വെള്ളം എൻ്റെ അളവ് വന്നിട്ട് എൻ്റെ വെലോസിറ്റി, എൻ്റെ സ്പീഡ് വന്നിട്ട് ഫ്യൂ മീറ്റർ, 2 മീറ്റർ 1 മീറ്റർ പെർ സെക്കൻഡാണ്, പെർ സെക്കൻഡ്. അതേസമയം ഭൂജലം അത് ഒഴുകുന്നത് ഫ്യൂ മില്ലിമീറ്റർ പെർ ഡേ. അതിൻ്റെ അർത്ഥം നദിയിലോട്ട് ക്യാച്ച്മെൻറ്റിലോട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ നദിയിലോട്ട് വരുന്നതിന് 3-4 മാസമാകും. ഇപ്പോൾ ക്യാച്ച്മെൻറ്റ് ഏരിയയിൽ നമ്മൾ സിമെൻറ്റ് ഇടുകയും വീടുകൾ ചെയ്യുകയും ഫ്ലാറ്റുകൾ ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ വെള്ളം മുഴുക്കെ മഴക്കാലത്ത് നദികളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, മഴ കഴിഞ്ഞാൽ വെള്ളം ഇല്ലാതാകുന്നു. അതിനുള്ള അതുകൊണ്ട് ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ ക്യാച്ച്മെൻറ്റ് ഏരിയയിലും നമ്മുടെ വീടുകളിലും റോഡിൻ്റെ സൈഡിലും റെയിൻ വാട്ടർ ചെയ്യുകയാണെങ്കിൽ നദികളിൽ വെള്ളം കൂടും. ചൈനയിൽ ഈയിടയ്ക്ക് എൻ്റെ ഒരു സ്നേഹിതൻ പോയിട്ടൊരു ഫോട്ടോ കൊണ്ടുവന്നു, വളരെ അതിശയമായിരിക്കുന്നു. മിഡിൽ ഓഫ് ദ റോഡിൽ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ചെയ്ത ശേഷം റോഡിൽ വരുന്ന വെള്ളം അതിലോട്ട് കയറ്റിവിടുകയും അത് ഡ്രില്ല് ചെയ്ത് താഴോട്ട് ഇറക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ആ റോഡിൻ്റെ 2 സൈഡിലുള്ള വീടുകളിലുള്ള കിണറുകളിലെല്ലാം വെള്ളം കിട്ടുന്നുണ്ട്. തീർച്ചയായും കേരളത്തിൽ നമ്മുടെ പല നഗരങ്ങളിലും ഇത് ചെയ്യേണ്ട കാലം നമ്മുടെ ഹൈവേസും റോഡുകളിൽ സൈഡിൽ വരുന്ന ഈ ഹൈവേസിൽ വെള്ളം നിന്നിട്ട് റോഡ് വീണ്ടും പോവുകയും അത് റോഡ് റിപ്പയർ പോകുന്നതിന് പകരം ഈ റോഡിൽ വരുന്ന വെള്ളം തന്നെ സൈഡിലുള്ള ഡ്രെയിൻസിൽ ഇട്ടുകയും ആസ്ട്രേലിയ പോലെ കൺട്രിയിൽ ഞാൻ പോയി നോക്കിയതാണ്. ആസ്ട്രേലിയയും ജർമ്മനിയിലൊക്കെ സ്റ്റോം വാട്ടർ ഡ്രെയിൻ തന്നെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. ഓരോ സ്റ്റോം വാട്ടർ ഡ്രെയിനും വരുന്ന വെള്ളം അത് ഭൂമിയിലോട്ട് താഴ്ന്നുള്ള സംവിധാനവും ചെയ്തിട്ടുണ്ട്. നമ്മളെ സമയം ഏതാണ്ട് കഴിയാറായി. ഇന്നത്തെ ഈ ലൈൻ തീരുന്നതിന് മുമ്പ് ഇന്നത്തെ അതിഥിയുടെ മേലുല്ലാസം പറയാം. ശ്രീ KR ഗോപിനാഥ്, KRG റെയിൻ വാട്ടർ ഫൗണ്ടേഷൻ, ഓൾഡ് നമ്പർ 262, ന്യൂ നമ്പർ 34, ചിദംബരം അപ്പാർട്ട്മെൻറ്റ്സ്, N ബ്ലോക്ക്, 24 സ്ട്രീറ്റ്, അണ്ണാനഗർ ഈസ്റ്റ്, ചെന്നൈ 600102. അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പർ 0920485871, 092048587791. അപ്പോൾ ഏതായാലും കേരളത്തിനെ സംബന്ധിച്ച് ഇനിയത്തെ കാലം മഴയെ സംബന്ധിച്ച് അത് നമ്മുടെ വേനലിലൊക്കെ വലിയതുള്ള ഒരു വരൾച്ചയുടെ ഒരു കാലമാണ് വരാൻ പോകുന്നത്. ശരിക്കും മഴവെള്ള സംഭരണം എന്നുള്ള നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാകേണ്ട കാലം അതിക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിലും ഇപ്പോഴത്തെ പുതിയ കുട്ടികൾക്കിടയിലും എല്ലാം ഈ ഒരു സംസ്കാരം നമ്മൾ പ്രചരിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് ഇതിനോടുള്ള അറിവ് വളരെ കുറവാണ്. അതിനുള്ള നോളജ് നമുക്കൊരു സിലബസ് വേണം. നമ്മൾ കുട്ടികൾക്ക് എന്താ പഠിക്കുന്നത്? റെയിൻ ഗോ എവേ എന്നാണ് നമ്മൾ ഇപ്പോഴും പഠിപ്പിക്കുന്നത്. ബ്രിട്ടീഷുകാരെ പഠിപ്പിച്ച് അത് തന്നെയാണ് ഇപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കുട്ടികൾക്ക് മഴവെള്ളത്തിനെ പറ്റി ഒരു സിലബസ് നമുക്ക് വേണം. അത് മഴവെള്ളം എങ്ങനെയാണ് വരുന്നത്, അതെങ്ങനെ ശേഖരിക്കാൻ പറ്റും, അതുകൊണ്ട് ശേഖരിച്ചാൽ എന്തെല്ലാം ഗുണങ്ങളുണ്ടാവും, അതിൻ്റെ ആവശ്യത്തെപ്പറ്റിയും കുട്ടികൾക്കും സ്കൂളിലും കോളേജിലൊക്കെ ഇതിനെപ്പറ്റി ഒരു ബോധവൽക്കരണം അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ശുഭപ്രതീക്ഷയോടുകൂടി നമുക്ക് ഇന്നത്തെ ഡിസിഷൻ ലൈവ് അവസാനിപ്പിക്കാം. മറ്റൊരു വിഷയവുമായി വീണ്ടും അടുത്ത ആഴ്ച. നന്ദി, നമസ്കാരം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പക്ഷിപ്പനി 3 ദിവസത്തിനകം മുഴുവൻ നടപടികളും പൂർത്തിയാകും. മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഇനി മുതൽ എല്ലാ മാസവും പരിശീലനം. ശീതകാല പച്ചക്കറികൾ ഇപ്പോൾ നടാം.
ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി ബാധിച്ച പുറക്കാട് നെടുമുടി ഭാഗങ്ങളിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ പക്ഷിപ്പനി നിയന്ത്രണ പ്രവർത്തനങ്ങൾ പകുതിയോളം പൂർത്തിയായതായി ഡയറക്ടർ അറിയിച്ചു. ഇന്നലെ മാത്രം 10,586 താറാവുകൾ ആലപ്പുഴയിലും 3,216 താറാവുകൾ കോട്ടയത്തും 100ഓളം താറാവുകളെ പത്തനംതിട്ട ജില്ലയിലും കൊന്ന് സംസ്കരിച്ചു. തലവടി, അമ്പലപ്പുഴ, വടക്ക് ഭഗവതിപ്പാടം എന്നിവിടങ്ങളിൽ ഇന്ന് നടപടി പുരോഗമിക്കുകയാണ്. കേന്ദ്ര സംഘത്തിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പക്ഷിപ്പനി വൈറസ് പടരാൻ സാധ്യതയുണ്ടെന്ന സ്ഥിരീകരണത്തെ തുടർന്ന് ഇന്നലെ 50 സ്ക്വാഡുകൾ കൂടി രംഗത്തെത്തി. 3 ദിവസത്തിനകം മുഴുവൻ നടപടികളും പൂർത്തിയാക്കും. ഇഞ്ചി, മഞ്ഞൾ എന്നിവയുടെ വിളവിന് സമയമാണിത്. ഇവയുടെ തണ്ടുകൾ ഉണങ്ങിത്തുടങ്ങുന്നതോടെ വിളവെടുപ്പ് ആരംഭിക്കാം. വിത്തിനായി തിരഞ്ഞെടുക്കട്ട വിളവെടുപ്പിന് ശേഷം പ്രത്യേകം പറിച്ചെടുത്ത് 0.3% ഡൈത്തേൻ M45 അല്ലെങ്കിൽ 0.1% മാലത്തിയോൺ ലായനിയിൽ 30 മിനിറ്റ് മുക്കിവയ്ക്കണം. വെള്ളം വാർന്നതിന് ശേഷം തണലിൽ ഉണക്കിയെടുക്കണം. തിരുവനന്തപുരം ജില്ലയിലെ ചെറിയനാട് ഗ്രാമപഞ്ചായത്തിലെ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം തെങ്ങിന് രാസവളവും ജൈവവളവും ലഭിക്കുന്നതിന് ഗ്രാമസഭാ ഗുണഭോക്തൃ ലിസ്റ്റിൽ പേരുള്ള കർഷകർ വളം വാങ്ങിച്ചതിന്റെ ബില്ലും ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പും സഹിതം കരമടച്ച രസീതിന്റെ പകർപ്പും ഡിസംബർ 15 മുൻപ് ചെറിയനാട് കൃഷിഭവനിൽ അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് കൃഷിഭവനുമായി ബന്ധപ്പെടുക. സംസ്ഥാനത്തെ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രങ്ങളിൽ ഇനി മുതൽ എല്ലാ മാസവും വിവിധ മൃഗസംരക്ഷണ വിഷയങ്ങളിൽ പരിശീലനം നൽകും. വീട്ടുവളപ്പിലെ കോഴി വളർത്തൽ, പശുപരിപാലനം, ആട് വളർത്തൽ, ടർക്കി, കാട വളർത്തൽ, തീറ്റപ്പുൽ കൃഷി എന്നീ വിഷയങ്ങളിലാണ് പരിശീലനം നൽകുക. താൽപ്പര്യമുള്ള കർഷകരും സംഘടനകളും തൊട്ടടുത്ത ഗവൺമെന്റ് മൃഗാശുപത്രിയുമായി ബന്ധപ്പെടുക. മലപ്പുറത്തെ തവന്നൂർ കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചർ, എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഫാമിൽ ജ്യോതി, പ്രത്യാശ എന്നീ ഇന നെല്ലുകളുടെ വിത്ത് ലഭ്യമാണ്. ആവശ്യമുള്ള കർഷകർ 9447917854 എന്ന നമ്പറിൽ വിളിക്കുക. ശീതകാല പച്ചക്കറികളായ ക്യാബേജ്, കാരറ്റ്, ബീറ്റ്റൂട്ട്, റാഡിഷ്, ക്യാപ്സിക്കം, കോളിഫ്ലവർ എന്നിവ വീട്ടുവളപ്പിലും വാണിജ്യ അടിസ്ഥാനത്തിലും നട്ടുപിടിപ്പിക്കാൻ പറ്റിയ സമയമാണിത്. ഇവയുടെ തൈകളും വിത്തുകളും വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിലിന്റെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ലഭ്യമാണ്. കാരറ്റും ബീറ്റ്റൂട്ടും റാഡിഷും വിത്തുകളായി നാഷണൽ സീഡ് കോർപ്പറേഷന്റെയും അഗ്രോ സൂപ്പർ ബസാറിന്റെയും സ്റ്റാളുകളിൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ തിരുവനന്തപുരം VFPCK 0471 233 4480, അഗ്രോ സൂപ്പർ ബസാർ 0471 247 1347, നാഷണൽ സീഡ് കോർപ്പറേഷൻ 0491 256 6414. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 12,500 രൂപ, കോഴിക്കോട് 13,700 രൂപ, തൃശൂരിൽ 12,700 രൂപ. കൊപ്ര കൊച്ചിയിൽ 8,440 രൂപ, കോഴിക്കോട് 8,300 രൂപ, തൃശൂരിൽ 8,540 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 68,800 രൂപ, ഗാർബിൾഡ് 71,800 രൂപ. ചുക്ക് മീഡിയം 21,000 രൂപ, ബെസ്റ്റ് 23,000 രൂപ. മഞ്ഞൾ സേലത്ത് 6,700 രൂപ, ഈറോഡിൽ 6,900 രൂപ. അടയ്ക്ക പുതിയത് 14,000-നും 16,000-നും മധ്യേ. കൊച്ചിയിൽ റബ്ബർ 5 ഗ്രേഡ് 11,300 രൂപ, 4 ഗ്രേഡ് 11,700 രൂപ. കോട്ടയത്ത് റബ്ബർ 5 ഗ്രേഡ് 11,200 രൂപ, 4 ഗ്രേഡ് 11,750 രൂപ. ലാറ്റക്സ് 8,200 രൂപ. കമ്പോള നിലവാരം കൊച്ചി മാർക്കറ്റിൽ. വെളിച്ചെണ്ണ 12,500 രൂപ, കൊപ്ര 8,440 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,300 രൂപ, റോട്ടറി 3,000 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 68,800 രൂപ, ഗാർബിൾഡ് 21,800 രൂപ. ചുക്ക് മീഡിയം 21,000 രൂപ, ബെസ്റ്റ് 23,000 രൂപ. മഞ്ഞൾ നാടൻ 6,200 രൂപ. അടയ്ക്ക പുതിയത് 14,000-നും 16,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ 250-നും 270-നും മധ്യേ. തൊണ്ടില്ലാത്തത് 460-നും 480-നും മധ്യേ. ജാതിപത്രി 750-നും 800-നും മധ്യേ. ഗ്രാമ്പൂ 1,075 രൂപ. റബ്ബർ RSS 5 ഗ്രേഡ് 11,300 രൂപ, 4 ഗ്രേഡ് 11,700 രൂപ. ഒട്ടുപാൽ 7,400 രൂപ, ലാറ്റക്സ് 8,200 രൂപ. കമ്പോള അവലോകനം.
ദക്ഷിണേന്ത്യയിൽ വെളിച്ചെണ്ണയ്ക്ക് ഡിമാൻഡ് മങ്ങിയത് കൊപ്രയുടെയും പച്ചത്തേങ്ങയുടെയും വില തകർച്ചയ്ക്കിടയാക്കി. വിളവെടുപ്പ് അടുത്തതിനാൽ ഉൽപാദകർ പിരിമുറുക്കത്തിലാണ്. അതേസമയം പുതിയ ചരക്ക് എത്തുന്നതോടെ താഴ്ന്ന വിലക്ക് കൊപ്ര ലഭിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് മില്ലുകാർ. ഈ വാരം കൊപ്രയ്ക്ക് 650 രൂപയും വെളിച്ചെണ്ണയ്ക്ക് 1000 രൂപയും ഇടിഞ്ഞു. ആഭ്യന്തര റബ്ബറിലെ തളർച്ച തുടരുന്നു. ചെറുകിട തോട്ടങ്ങളിൽ ഉൽപാദനം ഉയർന്നെങ്കിലും വിലയിടിവ് മൂലം കർഷകർ ചരക്ക് കൈവിട്ടില്ല. 4ാം ഗ്രേഡ് റബ്ബർ തുടർച്ചയായ 2ാം വാരത്തിലും 117 രൂപയിലാണ്. കുരുമുളക് വില മെച്ചപ്പെടുമെന്ന പ്രതീക്ഷയിൽ കാർഷിക മേഖല ചരക്ക് നീക്കം കുറച്ചെങ്കിലും നിരക്ക് ഉയർത്താൻ വാങ്ങലുകാർ മടിഞ്ഞു. വിദേശ രാജ്യങ്ങളും രംഗത്തില്ല. പുതിയ അടക്കവരവിനിടയിൽ ഡിമാൻഡ് മങ്ങിയത് വിപണിയെ തളർത്തി. തണുപ്പ് ശക്തമായതോടെ ചുക്കിന് അന്വേഷണങ്ങൾ എത്തിയെങ്കിലും വില ഉയർന്നില്ല. ക്രിസ്മസ് ഡിമാൻഡ് ഏലക്കയ്ക്ക് താങ്ങായി. ഇനി കാലാവസ്ഥ. പ്രധാന നഗരങ്ങൾ രേഖപ്പെടുത്തിയ താപനില: കണ്ണൂർ കൂടിയ താപനില 34.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34, 24.5. കൊച്ചി 30.6, 25.4. ആലപ്പുഴ 30.6, 24.2. പുനലൂർ 30.5, 21.5. തിരുവനന്തപുരം കൂടിയ താപനില 29.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.2 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.